ശ്രീമന്നാരായണീയം ദശകം 6 വിരാട് സ്വരൂപ വർണ്ണനം. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്ലോകം 10. ഓം നമോ ഭഗവതേ വാസുദേവായ. യേദൃഗ്ജഗന്മയവപുസ്തവ കർമ്മഭാജാം കർമാവസാനസമയേ സ്മരണീയമാഹോ. തസ്യാന്തരാത്മവപുഷേ വിമലാത്മനേ തേ വാദാലയാധിപ നമോസ്തു നിരുന്ധിരോഗാൻ. യേദൃക് ഇങ്ങനെയെല്ലാം ഇരിക്കുന്ന തവ അവിടുത്തെ ജഗന്മയവപു വിശ്വരൂപസ്വരൂപം, പ്രപഞ്ചമായി നിൽക്കുന്ന ഈ സ്വരൂപം. കർമ്മഭാജാം കർമ്മത്തെ ആശ്രയിക്കുന്നവർക്ക് കർമാവസാന സമയേ കർമാനുഷ്ഠാനത്തിൻ്റെ ഒടുവിൽ കർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അവരുടെ കർമ്മങ്ങളെല്ലാം അവസാനിക്കുന്ന ആ സമയത്ത്, അതായത് മരണം അടുക്കുന്ന ആ സമയത്ത്, സ്മരണീയം ആഹു ഒടുവിൽ ധ്യാനിക്കേണ്ടതാണെന്ന് അറിവുള്ളവർ പറയുന്നു. ഇത്തരത്തിലുള്ള ഭഗവാന്റെ ഈ സ്വരൂപം നമ്മളുടെ കർമ്മങ്ങളെല്ലാം അവസാനിക്കുന്ന ആ സമയത്ത് മനസ്സിൽ തെളിഞ്ഞു വിളങ്ങേണ്ടതാണ്. ഹേ വാദാലയാധിപ, ഹേ ഗുരുവായൂരപ്പ, തസ്യ അന്തരാത്മവപുഷി, ആ വിരാട് രൂപത്തിൻ്റെ അന്തരാത്മവപുഷേ, അന്തൈര്യാമി രൂപനായിരിക്കുന്ന ഉള്ളിൽ വസിക്കുന്ന വിമലാത്മനെ, നിർമ്മലനായ പരിശുദ്ധനായ തേ നിന്തിരുവടിക്ക്, ഭഗവാനെ അങ്ങേക്ക് നമ അസ്തു, നമസ്കാരം. രോഗാൻ നിരുന്ധി, അവിടുന്ന് എൻ്റെ രോഗങ്ങളെ നീക്കുമാറാകണമേ എന്നുള്ളൊരു പ്രാർത്ഥനയും കൂടെ കൂടി. ഇവിടെ ഇത്തരത്തിൽ 9 ശ്ലോകങ്ങളിലായിട്ട് വിവരിച്ചിരിക്കുന്ന വിരാട് സ്വരൂപം, പ്രപഞ്ചത്തിലെ ഓരോന്നുമായിട്ട് നിൽക്കുന്ന ആ ഭഗവാന്റെ സ്വരൂപം, എല്ലാവരും അവരുടെ കർമ്മങ്ങളെല്ലാം പ്രവൃത്തികളെല്ലാം അവസാനിക്കുന്ന ആ സമയത്ത്, മരണസമയത്ത് മനസ്സിൽ സ്മരിക്കേണ്ടതാണ് എന്ന് അറിവുള്ളവർ പറയുന്നു. ആ വിരാട് സ്വരൂപത്തിൻ്റെ ഉള്ളിൽ അന്തര്യാമിയായിട്ട് ഇരിക്കുന്ന ആ പരിശുദ്ധനായിട്ടുള്ള ആ ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം. എൻ്റെ എല്ലാ രോഗങ്ങളെയും അവിടുന്ന് മാറ്റിത്തന്ന് അനുഗ്രഹിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയും കൂടെ കൂടിയാണ് ഈ ശ്ലോകത്തിൻ്റെ അവസാനം. ഇത് വിരാട് സ്വരൂപ വർണ്ണന എന്നും വായിക്കേണ്ടതാണ്. ഭഗവാന്റെ ഈ രൂപം സദാ മനസ്സിൽ ചിന്തിക്കേണ്ടതാണ്, പ്രാർത്ഥിക്കേണ്ടതാണ്. അവസാന സമയത്ത് നമ്മൾക്ക് ഓർമ്മ ഉണ്ടായി എന്ന് വരില്ല. എല്ലാവരുടെയും മരണം ഒരുപോലെ അല്ലാത്തതുകൊണ്ട് എങ്ങനെയൊക്കെയാണ് മരിക്കുക എന്നൊന്നും ആർക്കും ഒരു നിശ്ചയവുമില്ല. എപ്പോഴാണ് മരണം വരിക എന്നും നിശ്ചയമില്ല. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ അവസാന സമയം ഈ ഭഗവാന്റെ രൂപം മനസ്സിൽ സ്മരിക്കണം എന്നെല്ലാവരും അറിവുള്ളവർ പറയുന്നു എങ്കിൽ കൂടി നമ്മൾ സദാ ഈ രൂപം നമ്മളുടെ മനസ്സിൽ സ്മരിക്കേണ്ടതാകുന്നു.
സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.